നമുക്ക് ഇനിയിപ്പോൾ കോട്ടയത്തെ സാഹചര്യത്തിലേക്ക് കൂടി പോവുകയാണ്. കാരണം കോട്ടയത്തും ഈ പറയുന്ന പോലെ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ തന്നെയാണ് വരുന്നത്. ഈ നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ ആ സ്ഥലത്ത് സംഭവ സ്ഥലത്തേക്ക് അജിത്ത് എത്തിയിട്ടുണ്ട്. അജിത്തെ, അവിടെ സംഭവ സ്ഥലത്തേക്ക് എത്തി സാഹചര്യം എന്താണ്? സേതുലക്ഷ്മി, മലയുടെ മുകളിലാണ് ഇത്തരം ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് കൂട്ടിക്കലാണ്, പുല്ലകയാറിന്റെ സമീപത്താണ്. ഈ പുല്ലകയാറിന്റെ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഇത്തരത്തിൽ ഈ വെള്ളം ഈ പാലത്തിന്റെ മുകളിലൂടെ രാവിലെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് ഈ വെള്ളം ഈ പാലത്തിന്റെയും മുകളിലൂടെ, അതായത് ഇവിടെ നിന്ന് ഒരു 5 അടിക്ക് മുകളിൽ ഉയരത്തിലാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞതാണ്. ഉരുൾപൊട്ടിയ വെള്ളമാണ് ഇപ്പോൾ ഇതുവഴി ഒഴുകി വരുന്ന സാഹചര്യം. ശക്തമായ ഒഴുക്കുണ്ട്. മാത്രമല്ല നമുക്ക് കാണാം ഈ കടകൾ, ഒരു മാടക്കട ഉൾപ്പെടെ ഇത്തരത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉൾപ്പെടെ വേസ്റ്റ് സൂക്ഷിച്ച സാമഗ്രികൾ ഉൾപ്പെടെ ഒഴുകി വരുന്ന പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ട്. ഈ നാട്ടുകാർ ഉൾപ്പെടെ തന്നെ രാവിലെ തന്നെ ഇവിടെ എത്തി ഈ കാര്യങ്ങളെല്ലാം ക്രമീകരണങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അത്രത്തോളം വലിയ ജല ഒഴുക്കാണ് ഇവിടെ ഉണ്ടായത്. ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളെക്കാൾ ഒരു 5 അടി മുകളിൽ വെള്ളം ഇവിടെ ഉയർന്നൊഴുകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പാലത്തിന്റെ ഒരു പ്രത്യേകത, ഈ പാലത്തിന്റെ അപ്പുറവശം ഇടുക്കിയും ഇപ്പുറം കോട്ടയവുമാണ്. അത്തരത്തിൽ മലയോര മേഖലയുടെ ഏറ്റവും അറ്റത്തുള്ള ഒരു പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുകയും വലിയ ജലമൊഴുക്ക് ഉണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ടായത്. ഇതിന്റെ സമീപത്തുള്ള വീടുകളോടുള്ള ആളുകളോടെല്ലാം മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ റോഡിൽ, അതായത് ഈ മെയിൻ റോഡിൽ ഉൾപ്പെടെ വെള്ളം ഉയരുന്ന പശ്ചാത്തലമാണ് ഉണ്ടായിരുന്നത്. ഈ നാട്ടുകാർ ഉൾപ്പെടെ തന്നെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ രാവിലെ തൊട്ട് ക്രമീകരണമായി സ്ഥലത്തുണ്ട്. ഇതിനേക്കാളും ഒരു 5 അടി ഉയരത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ പൊക്കത്തിൽ വെള്ളം വന്നുകൊണ്ടിരുന്നതാണ്. ഒരു 3-3:30 മണി രാത്രി ആയപ്പോഴത്തേന് വെള്ളം കണ്ടമാനം കയറി ആ ഷട്ടർ വരെ മൂടുന്ന ഒരു അവസ്ഥ വന്നതാണ്. അത് കഴിഞ്ഞ് 5 മണിയോടുകൂടി വെള്ളം താഴുകയും പിന്നെ നിരവധി വീടുകളിൽ ഇങ്ങനെ ഈ മലയോരം അങ്ങോട്ടുള്ള വീടുകളിലെല്ലാം വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട്. ഈ ഉരുൾപൊട്ടിയ വെള്ളം ആണല്ലോ ഇപ്പോൾ ഒഴുകി വന്നിട്ടിരിക്കുന്നത്. പൊട്ടിയതിന്റെ പൂർണ്ണമായ റിപ്പോർട്ട് നമുക്കില്ല. ഇവിടെ പെയ്ത്ത് വെള്ളം ആയിരിക്കാം എന്നുള്ളതാണ് പറയുന്നത്. റവന്യൂ വകുപ്പിന്റെ വണ്ടിയും ഫയർഫോഴ്സും ഒക്കെ പോയിട്ടുണ്ട് അങ്ങോട്ട്. നമുക്ക് ക്ലിയർ ആയിട്ടുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടില്ല. രാവിലെ ഈ റോഡിൽ മുഴുവൻ ഇപ്പോൾ അവിടെ എല്ലാം ചെളി ഉയർന്നു കിടക്കുന്ന പശ്ചാത്തലമാണ് ഉള്ളത്. ഇത് ഇവിടെ എല്ലാം വെള്ളമായിരുന്നു. ഇതുകൊണ്ട് അവിടെ എല്ലാം പൊക്കത്തിൽ വെള്ളമായിരുന്നു. അത്ര ഹൈറ്റ് വെള്ളം ഒഴുകിയതാണ്. ഇവിടെ ഒഴുകി പാലത്തിന്റെ കൈവരികളെല്ലാം പോയി. 2021 ഇവിടെ വെള്ളം കയറി മൊത്തം നശിച്ചു പോയിട്ട് എല്ലാം നല്ല രീതിയിൽ എല്ലാം പൂർത്തീകരിച്ച് വന്നതാണ്. എല്ലാം 2 പഞ്ചായത്തുകൾ ആണ്. ഈ ഭാഗം കൂട്ടിക്കൽ പഞ്ചായത്തും അത് കൊക്കയാർ പഞ്ചായത്ത്, 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന സ്ഥലമാണിത്. ഇത് കോട്ടയം ജില്ലയും അത് ഇടുക്കി ജില്ലയുമാണ്. ഏതാണെങ്കിലും ഈ റോഡിൽ ഉൾപ്പെടെ വെള്ളം കയറിയ പശ്ചാത്തലമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ ഇവിടെ റോഡിലാകെ ചെളി ഉയർന്ന പശ്ചാത്തലമുണ്ട്. മാത്രമല്ല ഇവിടെ നിരവധിയായിട്ടുള്ള വീടുകളിൽ ഉൾപ്പെടെ ഈ പ്രദേശത്ത് വെള്ളം കയറിയ സാഹചര്യമുണ്ട്. അത്തരത്തിൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ഇവിടുത്തെ സാഹചര്യത്തെ വിലയിരുത്തുന്നത്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് വലിയ ആശ്വാസമാണ് സേതുലക്ഷ്മി. ഈ പ്രദേശത്ത് അത്തരത്തിൽ അതൊരു ആശ്വാസകരമായ കാര്യമാണ്. ജനങ്ങൾ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ക്രമീകരിക്കാൻ ഉൾപ്പെടെ ഇവിടെ സ്ഥലത്തുണ്ട്. പോലീസ് ഉൾപ്പെടെ നേരത്തെ എത്തി കാര്യങ്ങൾ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ നേരത്തെ ഈ കാര്യത്തിൽ അജിത്തൊക്കെ നിൽക്കുന്ന ആ ഭാഗം ഒരു ചെറിയ പാലമാണ്. ആ പാലത്തിന് താഴെ ആ നദി, ആറ് അത് കരകവിയുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നു. അപ്പം സേഫ് ആണോ അവിടെ ഇത്രയും ആൾക്കാർ നിൽക്കുന്നത്? സേതുലക്ഷ്മി, ഈ കാണുന്ന മരം, ഒഴുകി വന്നിരിക്കുന്ന ആ മരത്തിന്റെ ആ ചില്ലയുടെ പൊക്കത്തിലായിരുന്നു, അതിന്റെ പകുതി പൊക്കത്തിലായിരുന്നു വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത്. അതായത് ഇവിടെ നിന്നൊരു 5 അടി കൂടി ഉയരത്തിലായിരുന്നു വെള്ളം ഒഴുകിയിരുന്നത്. ഈ പാലത്തിന്റെ മുകളിൽ കൂടെ അത്തരത്തിൽ കവിഞ്ഞൊഴുകുന്ന പശ്ചാത്തലമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് വെള്ളം കുറഞ്ഞു. അതായത് ഒരു 3 മണി സമയത്തോടു കൂടിയാണ് അത്രയും വെള്ളം ഉയരുന്ന പശ്ചാത്തലം ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ ഇത്തരത്തിൽ അതിന്റെ അളവ് അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ ഈ നാട്ടുകാരുൾപ്പെടെ ഇവിടെ കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാനുണ്ട് എന്നുള്ളതാണ്. ഈ 2 വശങ്ങളിലും, താഴേക്ക് ആറിന്റെ 2 വശങ്ങളിലും ധാരാളം വീടുകളുണ്ട്. അതാണ് ഇതിന്റെ ഒരു സാഹചര്യം വളരെ ഗൗരവമാക്കുന്നത്. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം വെള്ളം ഉയരുമ്പോൾ സ്വാഭാവികമായും മാറി താമസിക്കാനുള്ള സമയമൊന്നും വേണ്ട പോലെ ലഭിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ ഇവിടുന്ന്, നാട്ടുകാരുൾപ്പെടെ നേരത്തെ തന്നെ ഈ മഴ പെയ്യുന്ന സാഹചര്യം കാണുമ്പോൾ തന്നെ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അതിനെക്കുറിച്ച്, ഈ മഴയുടെ സ്വഭാവം കാണുമ്പോൾ തന്നെ അവർക്ക് കൃത്യമായ മുൻ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് 2010-ലും 2018-ലും 2021-ലെയും ഒക്കെ അനുഭവങ്ങൾ അവരുടെ മുമ്പിലുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ അവരെടുക്കും. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ തന്നെ അത്തരത്തിലുള്ള അപകടകരമായ സാഹചര്യങ്ങൾ മാറത്ത്. ഏതാണെങ്കിലും ശക്തമായ മഴയിൽ, അതായത് കഴിഞ്ഞ ദിവസങ്ങൾ ഈ പുഴയിലെ ദൃശ്യം കണ്ടാൽ സേതുലക്ഷ്മി, അവിടെ നിന്ന് ഇത് നോക്കുമ്പോൾ നമുക്ക് വലിയ വ്യത്യാസമാണ്. കാരണം തീർത്തും താഴെ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ ഇത്രയും ഉയരത്തിൽ വെള്ളം ഒഴുകുന്നത്. ഇതിനേക്കാൾ ഉയരത്തിൽ വെള്ളം ഒഴുകുന്ന പശ്ചാത്തലമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സാഹചര്യത്തിന് അല്പം മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ വശങ്ങളിലുള്ള വീടുകളിലുള്ള ആളുകളൊക്കെയും മാറി താമസിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ കൂട്ടിക്കൽ ടൗണിൽ പാലം ജംഗ്ഷൻ്റെ അപ്പുറത്ത് പിന്നെ
ഔട്ട് പോസ്റ്റിൻ്റെ ഭാഗത്തുള്ളവരെ KMJ സ്കൂളിലോട്ട് മാറ്റി താമസിച്ചിട്ടുണ്ട്. ക്യാമ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. ക്യാമ്പ് രാവിലെ KMJ സ്കൂൾ തുറന്നിട്ടുണ്ട്. ഇവിടെ പാരിഷ് ഹാളിൽ മാറ്റിയിട്ടുണ്ട്. ആളുകളെ ഇവിടെ വിവിധ ഇടങ്ങളിലേക്ക് അവർക്ക് മാറ്റി താമസിക്കാനുള്ള ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളിലും അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഉൾപ്പെടെ ഇപ്പം അജിത്തെ, ഇപ്പം ഈ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലമാണല്ലോ, അപ്പൊ ഈ കുട്ടിക്കൽ ടൗണിലൊക്കെ വെള്ളം കയറിയിരുന്നു. അപ്പോൾ അവിടെയും ഒക്കെ മഴ കുറഞ്ഞു. മാത്രമല്ല ഇപ്പൊ ഈ ഒരു ഫ്രെയിം കാണുമ്പോൾ തന്നെ അന്തരീക്ഷം ഒന്ന് മാറി എന്നുള്ളത് കാണുമ്പോൾ ഒരു ആശ്വാസമാണ്. അപ്പം ഈ കുട്ടിക്കൽ ടൗണിൽ, അതേപോലെ മുണ്ടക്കൈ കോസ്വേ, അതേപോലെ ഈരാറ്റുപേട്ട ടൗൺ, ഇവിടെയൊക്കെയും വെള്ളം കയറിയതാണ്. പലയിടങ്ങളിലും ഒരു മുങ്ങുന്ന സാഹചര്യം പോലും ഉണ്ടായതാണ്. അപ്പോൾ ഇവിടേക്ക് ഇപ്പം എന്താ അവസ്ഥ? ഈരാറ്റുപേട്ടയിൽ ഇപ്പോഴും വെള്ളത്തിന്റെ സ്ഥിതി കുറഞ്ഞിട്ടില്ല. ടൗണിൽ ഉൾപ്പെടെ വെള്ളമുണ്ട്, അളവ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ വെള്ളത്തിന്റെ സ്ഥിതി ഇപ്പോഴും സാഹചര്യം അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഈരാറ്റുപേട്ടയിലാണ് ഏറ്റവും കൂടുതൽ ശക്തമായ മഴ പെയ്ത സ്ഥലങ്ങളിലൊന്ന് കോട്ടയത്ത്. അത്തരത്തിൽ ആ ഈരാറ്റുപേട്ടയിലെ മഴ ഇപ്പോഴും മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും ഈ നഗരപ്രദേശങ്ങളിൽ അവിടെ കയറിയ വെള്ളത്തിൽ പൂർണ്ണമായും ഇറങ്ങിപ്പോകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിട്ടില്ല. ഈരാറ്റുപേട്ട ടൗണിലുള്ള ഒന്നിടാതെ എല്ലാ കടമുറികളിലും വെള്ളം കയറുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും പൂഞ്ഞാറിലാണ് ഏറ്റവും ശക്തമായ മഴ ഉണ്ടായിട്ടുള്ളത്. ആ പൂഞ്ഞാറിൽ പെയ്ത മഴയുടെ അളവ് സ്വാഭാവികമായി ഇനി അതിൽ പുറത്തു വരുമ്പോൾ ഒരു പക്ഷേ ഈ ജില്ലയിലെ ഏറ്റവും കൂടുതൽ അളവിൽ മഴ പെയ്തത് പൂഞ്ഞാറിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രത്തോളം വലിയ മഴയാണ് പൂഞ്ഞാറിൽ പെയ്തത്. അവിടെ അത് പയ്യാനത്തോട്ടത്തിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ, അതാണ് ജില്ലയിൽ ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും വലിയ ഉരുൾപൊട്ടലായി മനസ്സിലാക്കുന്നത് അവിടെയാണ്. പയ്യാനത്തോട്ടിലെ വീട് ഉൾപ്പെടെ ഒലിച്ചു പോകുന്ന പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ട്. അവിടെ രണ്ടുപേരെ കാണാതായിട്ടുണ്ട്. അത് പക്ഷേ ഈ തിരക്കിനിടെ അവരെവിടെയും മാറി താമസിച്ചാണെന്നുൾപ്പെടെയുള്ള സ്ഥിരീകരണം. ശരി അജിത്ത്, ഞാൻ അജിത്തിലേക്ക് വരാം. മാത്രമല്ല